ഗൈസ് രാത്രി സ്ഥിരിടാൻ മറന്നുകൊണ്ട് തന്നെ രാവിലെ അലാറം വെച്ചാണ് പെട്ടെന്ന് നീച്ചു. ഈ പരിപാടിക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിച്ചു മാറ്റി നേരെ ഷോപ്പിൽ പോകാം. എല്ലാവരും കുളിച്ചു മാറ്റി നിൽക്കുകയെന്ന് വിചാരിച്ചാണ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ചെക്കന്മാരോരുത്തർ കുളിച്ചിറങ്ങി. കുറച്ചേരൊക്കെ പല്ലും തേച്ച് നിന്ന് നോക്കി. പിന്നെ കുറെ ആയിട്ട് ഇറങ്ങാത്ത കണ്ടപ്പോൾ വേഗം പോയാണ്ട് വാതിൽമേ രണ്ട് മുട്ടുട്ടി. അപ്പൊ നമ്മളെ റൂമിലല്ല, എല്ലാ റൂമിലും തന്നെ. വാഷ്റൂമിൽ ഒരു 10 മിനിറ്റ് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മുട്ടലൊക്കെയാണ്. അപ്പൊ ആ പരിപാടി കഴിഞ്ഞാണ്ട് കുളിയും കഴിഞ്ഞാണ്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിയാണ് നേരെ ഷോപ്പിൽ പോകാനുള്ള പരിപാടിയിലാണ്. നോമ്പായതുകൊണ്ട് ഷോപ്പിൽ പോകാനുള്ള ടൈമിങ്ങിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഷോപ്പിൽ 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തിയാൽ മതി. അപ്പൊ നമ്മൾ വാച്ചും കാര്യങ്ങളും ഫോണൊക്കെ എടുത്താണ്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ലൈറ്റും ഫാനൊന്നും ഓഫ് ആക്കിയില്ല. അപ്പൊ അതും കൂടി ഓഫ് ആക്കിയാണ് നമ്മൾ നേരെ വിട്ട് ഷോപ്പിൽ. അപ്പൊ ഷോപ്പിൽ എത്തിയാണ്ട് അവിടുത്തെ പരിപാടിയും കൂടി കഴിഞ്ഞാണ്ട് നമ്മൾ 3 കൂടി അസർ സ്കെച്ചാൻ വേണ്ടി നേരെ പള്ളിയാകും. നിസ്കാരം കഴിഞ്ഞ് വന്നേക്കാണ് ചെക്കന്മാരെല്ലാരും കൂടി പറഞ്ഞു രാത്രി നിന്ന് ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങി ആലോചിച്ചു. കാരണം എന്താ വെച്ചാൽ നോമ്പ് ഏകദേശം പകുതിയായി തുടങ്ങി. ഇപ്പൊ എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കാണുന്നെടുത്ത് പോരേണ്ടി വരും. കാരണം കളക്ഷനൊക്കെ തീരും. ഇത് പിന്നെ അങ്ങനെയാണല്ലോ, ഇടി വെട്ടിയാലും ഇപ്പൊ എല്ലാവരും മേലേക്ക് വെക്കും. കാരണം നമ്മൾ ആ പേടിച്ചു പോയി. പോകാൻ നേരത്തെ 4 മിസൈൽ വിട്ടിക്കണെന്ന് പറഞ്ഞത്. അതാണ് ഇപ്പൊ എല്ലാവരും ഒട്ടകം തലം തിരിച്ചമായിരിക്കും എല്ലാം മേലേക്ക് നോക്കിക്കുന്നത്. ആ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകാൻ നേരത്താണ് പൈസ എടുത്തില്ല എന്നുള്ള ആ സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പൊ അടുത്തുള്ള ATM കയറിയാണ് നമ്മൾ പൈസ എടുത്താണ് നേരെ വിട്ട് ഡ്രസ്സ് എടുക്കാനാണ്. ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ടൈമൊക്കെ കിട്ടും. കാരണം നമ്മളെ ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ 1 മണിയാവും. നമ്മൾ ഈ ടൈമിൽ തുറന്നെന്നാ ഷോപ്പിന്റെ മുതലാളിക്ക് കിടക്കട്ടെ ഒരു ബിഗ് സെറ്റ്. അപ്പൊ ഞങ്ങൾ നേരെ ഷോപ്പിലെത്തിയിട്ട് കുറെ നേരം തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നല്ല കളക്ഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെക്കന്മാരെല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കൽ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും റൂമിൽ ഇരിച്ചപ്പോഴാണ് എല്ലാവർക്കും ബൈക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ടൈം 2-2:30 ആയി. അപ്പൊ നമ്മൾ ഈ ടൈമിൽ നമ്മളെ നാട്ടിലത്തെ ഫുഡ് ഓടിയും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വിട്ട് റൊട്ടിക്കടയിൽ നിന്ന് ഫുഡും കഴിച്ചു ഞങ്ങൾ നേരെ വിട്ട് റൂമിൽ. അപ്പൊ ഓക്കെ, ഇന്ന് ഇത്രേ ഉള്ളൂ. ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നാളെയും കാണാം. ശുക്രാൻ.